പാറ്റൂർ ഭൂമി ഇടപാടിൽ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി നിവേദിത പി ഹരൻ അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് വിജിലൻസ് എഡിജിപിയുടെ കണ്ടെത്തൽ. ഇക്കാര്യം അന്വേഷിച്ച് ലോകായുക്തയ്ക്ക് റിപ്പോർട്ട് നൽകിയ വിജിലൻസ് എഡിജിപി ജേക്കബ് തോമസിന്റെ റിപ്പോർട്ടിലാണ് സ്വകാര്യ ഫ്ളാറ്റ് ഉടമകളെ സഹായിക്കുന്ന തരത്തിൽ നിവേദിത പി ഹരൻ അധികാര ദുർവിനിയോഗം നടത്തിയതായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പാറ്റൂരിൽ സർക്കാർ പുറമ്പോക്ക് കയ്യേറിയതായി 2009 CAG റിപ്പോർട്ട് ചെയ്തിട്ടും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ നിവേദിത പി ഹരൻ 11 മാസത്തോളം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചെന്ന ഗുരുതരമായ കണ്ടെത്തലുകളാണ് ലോകായുക്ത പരിഗണിച്ച വിജിലൻസ് എഡിജിപിയുടെ റിപ്പോർട്ടിലുള്ളത്. പാറ്റൂരിൽ സർക്കാർ പുറമ്പോക്ക് കയ്യേറി ഫ്ളാറ്റ് നിർമ്മിച്ച സംഭവത്തിൽ വേണ്ടത്ര തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി നിവേദിത പി ഹരന് നോട്ടീസ് അയക്കേണ്ടതില്ലെന്ന് ലോകായുക്ത ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇക്കാര്യം അന്വേഷിച്ച് ലോകായുക്തയ്ക്ക് വിജിലൻസ് എഡിജിപി ജേക്കബ് തോമസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ നിവേദിതയ്ക്കെതിരെ വ്യക്തമായ പരാമർശമാണുള്ളത്. റിപ്പോർട്ടിലെ 12-ാം പേജിലെ 3-ാം ഖണ്ഡികയിൽ നിവേദിത അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് വ്യക്തമാക്കുന്നു. സ്വകാര്യ ഫ്ളാറ്റ് കമ്പനിക്ക് നേട്ടമുണ്ടാകത്തക്ക വിധത്തിൽ 2011 ഒക്ടോബർ 30-ന് അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നിവേദിത പി ഹരൻ ഉത്തരവിറക്കിയത് നിയമവിരുദ്ധമാണെന്ന് എഡിജിപി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പാറ്റൂരിൽ സർക്കാർ ഭൂമി ആർടെക് ഫ്ളാറ്റ് ഉടമ കയ്യേറിയിട്ടുണ്ടെന്നും ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കണമെന്നുമുള്ള ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ട് മറികടന്നാണ് നിവേദിത പി ഹരൻ ഉത്തരവിറക്കിയത്. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്ന് 16 സെന്റ് ഭൂമി അളന്നു തിരിച്ച് നഷ്ടപ്പെട്ട പുറമ്പോക്ക് ഭൂമിക്ക് പകരമായി കണക്കാക്കാമെന്നും നിവേദിത നിർദ്ദേശം നൽകി. ഈ നിർദ്ദേശത്തിന് ഒരു നിയമസാധുതയുമില്ലെന്ന് എഡിജിപിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പാറ്റൂരിലെ വിവാദ ഭൂമിയിലെ കയ്യേറ്റം ചൂണ്ടിക്കാട്ടി 2009 ഏപ്രിലിൽ CAG റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഭൂമി തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ നിവേദിത പി ഹരൻ സ്വീകരിച്ചില്ല. ഇക്കാര്യം അന്വേഷിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ ചുമതലപ്പെടുത്തിയെങ്കിലും ഭൂമി തിരിച്ചുപിടിക്കണമെന്ന ശുപാർശ നടപ്പാക്കാതെ 1 വർഷത്തോളം ഫയൽ ഈ സീനിയർ IAS ഉദ്യോഗസ്ഥ പിടിച്ചുവച്ചു. ഇത് സ്വകാര്യ വ്യക്തിയെ സഹായിക്കാനാണെന്ന് എഡിജിപി ജേക്കബ് തോമസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇത്രയും വ്യക്തമായ പരാമർശങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നിട്ടും ചീഫ് സെക്രട്ടറിക്കൊപ്പം നിവേദിത പി ഹരനും നോട്ടീസ് അയക്കേണ്ടെന്ന ലോകായുക്തയുടെ പരാമർശമാണ് ദുരൂഹത ഉണർത്തുന്നത്. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.